അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. അള്ളാഹുവിൻ്റെ അവൻ നമുക്ക് ഒരുക്കി തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ദാനധർമ്മങ്ങളെ കൊണ്ട് അത് വർദ്ധിപ്പിക്കണമെന്ന് അള്ളാഹുവും പ്രവാചകരും നമ്മോട് നിർദ്ദേശം നൽകുന്നു. ഇസ്ലാം ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. നിർബന്ധമായി കൊടുക്കേണ്ട മറ്റുള്ളവരുടെ അവകാശമാണ് സക്കാത്ത്. അതുപോലെ നാം നമ്മേക്കാൾ സാമ്പത്തികമായി കുറഞ്ഞവർക്ക് നാം അവർക്ക് ഒരു ഔദാര്യം എന്ന നിലയിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ കാരുണ്യം കൊണ്ട് കൊടുക്കുന്ന എല്ലാ സംഭാവനകളും സദക്ക എന്ന പേരിലാണ് അറിയപ്പെടുക, ദാനധർമ്മം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് സമൂഹത്തിലെ ഉയർന്നവർക്ക്, അല്ലെ നമ്മളെക്കാൾ പ്രായം കൊണ്ട് അറിവ് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ളവർ അങ്ങനെയൊക്കെയുള്ള ഉയർന്നവർക്ക്, ജാതിയാൽ ഉയർന്നവർ ഇസ്ലാമിൽ ഇല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ഉയർന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതിന് ഹദിയ എന്ന് പറയും. എന്നുവെച്ചാൽ പ്രസൻറ്റേഷൻ, അത് സദക്കയല്ല. അതേപോലെ നമ്മൾ ഈ സദക്കയുമല്ല സക്കാത്തുമല്ല ഹദിയുമല്ല അത് വെറുതെ കൊടുക്കുമല്ലോ, അതിന് ഹിബ എന്നാണ് പറയുക, വെറുതെ കൊടുക്കൽ, ഹിബത്ത്. ഈ 4 രൂപത്തിലുള്ള കൊടുതിയും വലിയ പുണ്യമായി കണക്കാക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അവർക്ക് ഭക്ഷണത്തിനോട് താല്പര്യമുള്ളതോടൊപ്പം, അതായത് വിശപ്പ് കഠിനമായ അവസരത്തിലാണല്ലേ ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവുക, ആ താല്പര്യമുള്ളതോടൊപ്പം തന്നെ ആ ഭക്ഷണമെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നവരെയാണ് അള്ളാഹു ഈ സത്യവിശ്വാസികളും സ്വർഗത്തിൻ്റെ അവകാശികളുമായി പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സമൂഹത്തിലെ നിരവധിയായ പാവപ്പെട്ടവർ, സാമ്പത്തികമായിട്ട് തകർന്നു കിടക്കുന്നവർ, രോഗികളായവർ, ഈ വിശക്കുന്നവർ, അങ്ങനെ ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. അവരെ എല്ലാവരെയും നോക്കാൻ കഴിയാത്ത ഒരാൾ മുസ്ലിമായി ജീവിക്കുന്നതിൽ അതിന് അവകാശമില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ അയൽവാസിയെ പറ്റി പറയുന്നിടത്ത് നമ്മൾ ഏതെങ്കിലും മുസ്ലിം അല്ലാതെ മറ്റ് മതവിശ്വാസികളാണോ, അവൻ മറ്റേതെങ്കിലും ജാതിക്കാരനാണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വേറെ അയൽവാസി ഹിന്ദു ആകാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകാം, അല്ല ആരും ആകാം.
നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സംഖ്യകൾ വരെ ആകാം. പക്ഷേ അവന് വിശക്കുന്ന സമയത്ത്, അവൻ്റെ വീട്ടിൽ പട്ടിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നമുക്ക് പാടില്ല. നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് അവനും കൂടി എത്തിച്ചു കൊടുക്കണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന മറ്റേത് സൽക്കർമ്മങ്ങളെക്കാളും ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ഈ ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന 2 ഹദീസുകൾ, അതായത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ജീവി, ഒരു പൂച്ചയെ വീട്ടിൽ വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ പൂച്ചയെ കെട്ടിയിട്ടു. അതിന് ഭക്ഷണമോ വെള്ളമോ കൊടുത്തില്ല. ആ പെണ്ണാണെങ്കിൽ വലിയ ആബിദത്തായ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു. എന്നിട്ട് പോലും ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടു എന്നതിൻ്റെ പേരിൽ ആ പൂച്ച ചത്തുപോയി. പൂച്ച ചത്തുപോയപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ആബിദത്തായ സ്ത്രീ നരകത്തിലേക്ക് അവകാശിയായി മാറി. അതേപോലെ മറ്റൊരു സ്ത്രീ, അവളൊരു വേശ്യയായിരുന്നു. അവളിങ്ങനെ ഒരു ഉച്ച സമയത്ത് തൻ്റെ ഇരകളെ, ആവശ്യക്കാരെ അന്വേഷിച്ചിറങ്ങി. ഇറങ്ങിയ സമയത്ത് അവൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ, ഒരു നായ ഒരു കിണറ്റിൻ്റെ അടുത്ത് നിന്ന് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് ആ കിണറ്റിൻ്റെ അടുത്ത് വന്ന് മണ്ണിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന് കിണറ്റിലേക്ക് എത്തി നോക്കുന്നു, പക്ഷേ അതിന് വെള്ളം എടുക്കാൻ യാതൊരു വഴിയുമില്ല. ദാഹിച്ച് വലഞ്ഞു കിടക്കുന്ന നായ. ഇത് കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് ഭയങ്കര വിഷമം തോന്നി. ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, തൻ്റെ ചെരുപ്പ് എടുത്തിട്ട്, ഷൂ എടുത്തിട്ട് ഒരു ചെറിയൊരു നൂലുമ്പ് കെട്ടിയിട്ട് എന്ത് ചെയ്ത് കിണറ്റിലേക്ക് താത്തിയിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു. ആ വെള്ളം ഈ നായ്ക്ക് വെച്ച് കൊടുത്തു. അത് കുടിച്ചു. എന്നിട്ട് നന്ദിയോടെ വെള്ളം നോക്കി തിരിച്ചു ഓടിപ്പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ സ്ത്രീ സ്വർഗത്തിൻ്റെ അവകാശിയായി എന്ന് ഹദീസിൽ വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാം. നമുക്കറിയാം, മൂസാ നബി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വലിയൊരു ചരിത്രമാണ്. തൻ്റെ വംശത്തിൽപ്പെട്ടവരെ, അതായത് ബനു ഇസ്രായേലിയർ ഈ ഫിറോൻ എന്ന രാജാവിനാൽ അടിച്ചമർത്തപ്പെട്ട കാലഘട്ടത്തിൽ അവരെ തൻ്റെ അനുയായികൾ, അല്ലെങ്കിൽ തൻ്റെ ബനു ഇസ്രായേലിയരായ തൻ്റെ സമുദായത്തെ ഈ സത്യത്തിലേക്കും നീതിയിലേക്കും ഇസ്ലാമിലേക്കും ക്ഷണിച്ചു എന്ന് മാത്രമല്ല, ഈ ഫറോവ എന്ന് പറയുന്ന ഏകാധിപതിയോട്, അല്ലെങ്കിൽ സ്വയം താനാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ രാജാവിനോട് യുദ്ധം ചെയ്ത് അവരെ നൈൽ നദിയിൽ മുക്കി. അങ്ങനെ ഒരുപാട് നീണ്ട സംഭവങ്ങളുള്ള, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട നബിയാണ് മൂസ അലൈഹിസ്സലാം. ഈ മൂസ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ അള്ളാഹു ചോദിച്ചു. അള്ളാഹു ഒരുപാട് പ്രാവശ്യം സംസാരിച്ചയാളാണ് മൂസാ നബി. മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുന്നു, മൂസ, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതുവരെ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, മൂസ ഒരു പ്രവാചകനാണ്, ഉലുൽ അസ്മുകളിൽപ്പെട്ടയാളാണ്. അങ്ങേയറ്റം അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മൂസ ഒന്നും ചെയ്യൂലല്ലോ, ചെയ്തിട്ടുമില്ലല്ലോ. അങ്ങനത്തെ മൂസയോട് അള്ളാഹു ചോദിക്കുന്നു, മൂസ, നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അപ്പം മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി അക്രമിയായ സുൽത്താൻ്റെ മുന്നിൽ സത്യത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് എണ്ണി എണ്ണി പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, മൂസ, നിൻ്റെ നിസ്കാരം നിൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് നിനക്ക് ആത്മീയ ലോകത്ത് ഉന്നത സ്ഥാനമുണ്ടാക്കുന്നതാണ്, സമ്മതിച്ചു. നിൻ്റെ നോമ്പ് അത് നിന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിൻ്റെ അവകാശിയാകും, അതിന് കാരണമാകും. ഞാൻ ചോദിച്ച ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആരാ ചോദിക്കുന്നത്? അള്ളാഹുവാണ് ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? മൂസാ നബിയോട്. എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ മൂസ ആകെ അങ്കലാപ്പിലായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താൻ ചെയ്തൊക്കെ തനിക്ക് വേണ്ടിയാണ് അള്ളാഹു തെളിയിക്കുന്നത്. അപ്പോൾ അള്ളാഹു മൂസായോട് ഇത് ചോദിച്ചു. മൂസ പറഞ്ഞതിന് ശേഷം മൂസ പൊട്ടിക്കരയുകയാണ്. പടച്ചോനെ, ഞാൻ ഇത്ര കാലമായിട്ട് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ? നിനക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ
എന്തൊക്കെയാണെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് മൂസ അലൈഹിസ്സലാം പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്തു, മൂസ, നീ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, നീ ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കണം, നീ രോഗിയായവന് ചികിത്സക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, നീ മരിച്ചവൻ്റെ ജനാസ അടക്കുന്നിടത്ത് നീ എത്തണം, അതുപോലെ ഈ പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കലും രോഗിക്ക് മരുന്ന് കൊടുക്കലും ഇതൊക്കെയാണ് മൂസ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും, പലരും പറയും ദാനധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇനി ദാനം ചെയ്യാനോ അല്ലെ ധർമ്മം കൊടുക്കാനോ ഞാൻ കോടീശ്വരനൊന്നും അല്ലല്ലോ, എൻ്റെ അടുത്ത് വരുന്ന പൈസ എന്ന് ചോദിക്കും. 1,00,000 പ്രഭു 1000 ഉറുപ്യ ഒരു ദിവസം ദാനധർമ്മം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചു. അതേസമയം 1000 ഉറുപ്യേൻ്റെ വരുമാനമുള്ളവനെ 1 ഉറുപ്പ്യേ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചോ, രണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരേ പ്രതിഫല. അതായത് കോടാനുകോടിയുള്ള ആസ്തിയുള്ള ഒരാൾ 1,00,000 കൊടുക്കുന്നതും 100 ഉറുപ്പ്യ ഉള്ളവൻ 1 രൂപ കൊടുക്കുന്നതും ഒരേ പ്രതിഫല. ആസ്തിയുടെ വലിപ്പം അള്ളാഹു നോക്കുകയില്ല. ഇന്നലെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ അള്ളാഹു നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശമാണ് നോക്കുന്നത്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ നാം ഒരു മടിയും കാണിക്കരുത്. ഈ ദാനധർമ്മം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ എന്തെങ്കിലും യത്തീംഖാനയ്ക്ക് പിരിവിന് വന്നാൽ കൊടുക്കൽ, അല്ലെ അറബി കോളേജിന് പിരിവിന് വന്നാൽ കൊടുക്കൽ, പള്ളിയിലെ പിരിവിന് വന്നാൽ കൊടുക്കൽ, ഇതൊക്കെ ദാനധർമ്മം എന്നാണ്. എന്നാൽ അത് മാത്രമൊന്നുമല്ല ദാനധർമ്മങ്ങൾ. ഒരുപാട് അല്ലാത്ത ദാനധർമ്മങ്ങളും കൂടി പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വത്തബിയു മില്ലത്ത അബീക്കും ഇബ്രാഹിം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റിക്കൊള്ളാനാണ് ഖുർആൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പതിവ് എന്തായിരുന്നെന്നറിയോ? വീട്ടിൻ്റെ ചുറ്റിലും കാണുന്ന എറുമ്പുകൾക്ക് ധാന്യമണികൾ വിതറിക്കൊടുക്കും. വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിൻ്റെയൊക്കെ ചുറ്റിലും എറുമ്പുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? കുറച്ച് DDT പൊടി മേടിച്ചിട്ട് വിതറിയിട്ട് ഐറ്റുള്ള കാര്യം തീരുമാനമാക്കും, അല്ലേ? അതുപോലെ കിളികൾക്ക് തീറ്റ കൊടുക്കുന്ന ആളുണ്ടാവും. ഈ കിളികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിനെ പറ്റിയിട്ട് ചില കിതാബുകളിലൊക്കെ 2 അഭിപ്രായം പറയുന്നുണ്ട്. അത് ദാരിദ്ര്യം ഉണ്ടാക്കും എന്നൊക്കെ. എന്നാൽ തന്നെയും അങ്ങനെ അടച്ചിട്ട് പൂട്ടലിനെ പറ്റിയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിലും നമ്മുടെ വീടിന് ചുറ്റുമായിട്ട് നമ്മൾ കോഴികളെ വളർത്താറുണ്ട്, അതുപോലെ താറാവിനെ വളർത്താറുണ്ട്, ഇങ്ങനെ മുയലിനെ വളർത്താറുണ്ട്, ആടിനെ വളർത്താറുണ്ട്, പിന്നെ പശുവിനെ വളർത്താറുണ്ട്. ഇങ്ങനെയുള്ള മൃഗങ്ങളെ പരിപാലിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിന് തീറ്റ കൊടുക്കുന്ന ഓരോ തീറ്റയ്ക്കും അവന് പ്രതിഫലമുണ്ട്. അല്ലാണ്ട് റസൂല് പറഞ്ഞു, സഹാബത്ത് ചോദിച്ചു ആർക്കൊക്കെ കൊടുത്താലാ കൂലി കിട്ടുവാന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പച്ചയായ കരളുള്ള ഏത് ജീവജാലങ്ങൾക്ക് കൊടുത്താലും കിട്ടും. ഈ പച്ചയായ കരളെന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പച്ച അല്ല കേട്ടോ. അതായത് ചലിക്കുന്ന ഹൃദയമുള്ള, അതായത് ജീവൻ പോകാത്ത ഏത് ജീവിക്ക് കൊടുത്താലും അത് കിട്ടുന്ന പറയുന്നത്. അത് ഏറ്റവും വലിയൊരു ധർമ്മമാണ്. അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും നമ്മൾ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അത് നനക്കാറുണ്ടല്ലോ, അതിന് വെള്ളം നനക്കൂലേ, അതും വലിയ സദക്കയാണ്. അതേപോലെ തന്നെ ഈ പക്ഷികൾ, കാലികൾ, മൃഗങ്ങൾ ഈറ്റ് തീറ്റ എറിഞ്ഞു കൊടുക്കുന്നത് വലിയ പുണ്യമാണ്, സദക്കയാണ് എന്ന് തുടങ്ങി നമ്മൾ റോട്ടുമിലൂടെ പോകുമ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കണ്ടു, ഒരു മുസ്ലിമിനെ കണ്ടു, ഒരു പരിചയമുള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ, ആരെങ്കിലും ഒരാളെ കണ്ടു. അപ്പം നമ്മൾ ഭയങ്കര ദേഷ്യം പിടിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് എന്ന് വിചാരിച്ചോ. പക്ഷെ അയാളെ കാണുമ്പോൾ നമ്മൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തുക എന്നത് പോലും ഏറ്റവും വലിയ ദാനധർമ്മത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾ കോടീശ്വരനൊന്നും ആകണ്ട. ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരു വൃക്ഷത്തൈ ഒരാൾ കുഴിച്ചിടുകയാണെങ്കിൽ അത് ജാരിയായ സദക്കയാണ്. ഈ ജാരിയായ സദക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ മരണവും ഖബർ ജീവിതമായിട്ട് പറയുന്ന വിഷയത്തിൽ വരുന്നതാണ്. അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പോലും അയാൾക്ക് കാലാകാലം പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സദക്കയാണ് ജാരിയായ സദക്ക. എന്ന് വെച്ചാൽ ആ സദക്കയുടെ പ്രതിഫലം നിന്നു പോകില്ല.
ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 10-500 ഉറുപ്പ്യ സദക്ക കൊടുത്തു. അത് അയാൾ പോയി, അതിൻ്റെ ഒരു ഒറ്റ പ്രതിഫലം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. പക്ഷേ ഞാൻ മറ്റൊരു സദക്ക ഞാൻ ഒരു വൃക്ഷത്തൈ കുഴിച്ചിട്ടു. അതിൻ്റെ മുകളിൽ വന്നിട്ട് അതിൻ്റെ കായ്കൾ ഏതൊക്കെ കാലം കിളികൾ കൊത്തിപ്പറിക്കുന്നുണ്ടോ, അത് ചിലപ്പോൾ നമ്മളൊക്കെ മരിച്ചിട്ട് 100 കൊല്ലം കഴിഞ്ഞാലും ആ മരം അവിടെ ഉണ്ടാകും. ആ കിളികൾ അതിന് കായ് പറിച്ച് തിന്നുന്നിടത്തോളം, അതിൻ്റെ മുകളിൽ കയറി കുട്ടികൾ ചക്കയോ മറ്റോ ആണെങ്കിൽ അത് പറിച്ച് തിന്നുന്ന കാലത്തോളം, അതിൻ്റെ കുരു ഭൂമിയിൽ വീണ് പൊടിക്കുന്നിടത്തോളം കാലം, അതൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ദാനധർമ്മമാണ്. ഇങ്ങനെ ദാനധർമ്മത്തിൻ്റെ ബാബുകൾ അതിവിശാലമാണ്. ഓരോ മനുഷ്യനും ഒരു ദിവസം എണീച്ച് കഴിഞ്ഞാൽ ഓൻ്റെ ശരീരത്തിലെ 33,000-ഓളം വരുന്ന പേശി നാഡി ഞരമ്പുകൾക്കനുസൃതമായി ദാനധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും പൈസ ഒരാൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണം എന്നല്ല. ഈ പൈസ കൊടുക്കുക എന്നത് ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് നമ്മൾ അറബി കോളേജിലേക്ക് കൊടുക്കണം, നമ്മൾ യത്തീംഖാനക്ക് കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം, അതൊക്കെ സ്വാഭാവികം, എല്ലാം നടന്നു പോകണമല്ലോ. അതൊക്കെ ദീനി ജാരിയായ സദക്കയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇതേപോലെ ഒരാൾക്കും മടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയൊരു സദക്കയുടെ ദാനധർമ്മത്തിൻ്റെ ലോകം തന്നെയാണ് ഇസ്ലാം നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം എന്തെങ്കിലും ഒരു ധർമ്മം ചെയ്യും എന്ന് ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുക, നടപ്പിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.